തിങ്കളാഴ്ചക്കത്തെ വീഡിയോ കേട്ടാ ഇവിടെ കാണി ബോംബെത്തെ അവസ്ഥ ഇത്. ഞാൻ ഈ കണ്ട നേരം റൂമിലിരിക്കുകയായിരുന്നു. വെള്ളം വരുന്ന ചളിവെള്ളം റബ്ബേ, അതിങ്ങളെ കാത്ത് റബ്ബേ. ഓരോ മനുഷ്യന്മാരും ഒറ്റക്കൊട്ട പിരാന്തച്ചായി വരുന്നു. ആ വരുന്നവന് ചിന്തിക്കണ്ട, ഈ പോണ ആൾക്കാർ മേത്തേക്ക് വെള്ളം തീട്ട വെള്ളം ഇതൊക്കെ. അങ്ങനെ സ്വർഗം കാണുന്നവരൊക്കെ തീട്ടം കണ്ട് വെള്ളത്തിലാണ് നിങ്ങളുടെ കാണി. അതാണ് പടച്ചോനെ, നമ്മൾ എങ്ങനെ നല്ല പോലെ നടന്നാലും ശരി. പക്ഷെ എന്താണ്, നമ്മൾ എത്ര വലിയ ജീൻസ് ഇട്ടോളെ നിങ്ങൾ ഈ വെള്ളത്തിൽ കൂടെ നടന്നു പോകേണ്ട സമയം കടന്നു വരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് ചരിത്രം എഴുതി കുറിച്ചിക്കണമെന്നുള്ളത് നിങ്ങൾക്കറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഖുർആൻ പാരായണം ചെയ്യാത്ത ആളാണ്. നമ്മൾ എത്ര ഡ്രസ്സ് ഇട്ട് നടന്നാലും ഇതേപോലെ ഈ വെള്ളത്തിൽ കൂടെ ഒഴുകി നടക്കേണ്ടി വരും. അതാ അങ്ങോട്ട് കാണി ഓരോ വണ്ടി വരുമ്പോൾ ഓടല്ല, എവിടേക്കാണ് ഓടുക? കാരണം ഓടുന്നാണ് മുന്നേ ഭൂമി ഒന്നാകെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയെ നിങ്ങൾ ഭയപ്പെടണം. കബീർ ബാഗ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്, ഭൂമിയെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കണേ. ഭൂമി ആണിയാക്കി അടിച്ചുവെച്ചിരിക്കുകയാണ് പാറക്കെട്ടുകളുടെ മുകളിൽ. അത് നിങ്ങൾ ഒഴിഞ്ഞു മറിക്കരുതേ. ഭയങ്കര സംഭവമാണ്. എന്നിട്ടും നമ്മൾക്ക് പണമാണ് വലുത്, പണത്തിൻ്റെ മീതയാണ് അഹങ്കാരം കൂട്ടിയാണ്. കണ്ടില്ല, ഇതാണ് ഇതൊക്കെ വരെ തീട്ടവള ഇതിൽ കൂടെ നടക്കുക. കണ്ടില്ലേ, നടക്കേണ്ട അതൊരു മാർഗ്ഗവുമില്ല. അല്ല അപ്പോൾ ഇവിടെ സ്വർഗം കാണാൻ നിന്നാൽ ഇപ്പോൾ ഈ വെള്ളം കൂടിയും. നമുക്കൊക്കെ ഈ ഭൂമിയിൽ സ്വർഗമുണ്ട്. പക്ഷെ പടച്ചോനിക്കൊന്നല്ല. ഭൂമി തുടച്ച് മാറ്റാൻ അതിനത്രം സമയം വേണ്ട. അള്ള വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ഞാനിങ്ങനെ കണ്ടമാന ഏക്കറാണെങ്കിൽ ഭൂമിയിൽ പിടിച്ച് കിടക്കുക. എന്ത് രസം നേരം ജനങ്ങളെ മുന്നിൽ വലിയവനായി കാണുക. എന്നിട്ടോ പടച്ചോനെ തൊക്കെയും കാണുന്നുണ്ട്. അള്ള പറയണ്ടേടാ ഇജ്ജ് പിടിച്ചടക്കടാന്ന്. ഇജ്ജ് പിടിച്ചടക്കിയ ഭൂമി ഞാൻ തന്നെ കൊണ്ടുപോകുന്ന ഒറ്റ ദിവസം ഒരു തുള്ളി വെള്ളം, ആകാശത്തിൻ്റെ മീതെ പെയ്തിറങ്ങുന്ന വെള്ളം, ആ വെള്ളം കൊണ്ട് ഞാൻ ഭൂമി പിടിച്ചടക്കടാ എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ പരിശുദ്ധ ഖുർആനിൽ ചരിത്രം എഴുതി കുറിച്ചോളൂ. നിങ്ങൾക്കറിയോട്ടെ, എപ്പോഴും പറയുന്നുണ്ട്. ഞാൻ പഠിച്ചിട്ടില്ല. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ നല്ല ഭയപ്പെട്ട് അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ എന്താണ്, ഒക്കെ പൈസയാണ്. ഓരോ മനുഷ്യനെ ഓരോ കുട്ടികളെ കൊന്നിട്ടും പിടിച്ചിട്ടും തട്ടി കൊണ്ടുപോയിട്ടൊക്കെ ജീവിക്കണം. എന്താണ് ഇതൊക്കെ പിന്നിലെന്നുള്ളത് ചിന്തിച്ചോക്കാം നിങ്ങൾ. ഇപ്പോഴൊന്ന് ശരിക്കൊന്ന് ചിന്തിച്ചാൽ കാണും. ഒരു കുട്ടീനെ ഏതൊരു മനുഷ്യൻ വന്നിട്ട് പിടിച്ചു കൊണ്ടുപോകണം നമ്മളെ രക്തത്തിൽ പറഞ്ഞ കുട്ടീനെ. എന്താണ് അതിൻ്റെ പിന്നിൽ? പണത്തിന് വേണ്ടി. പക്ഷെ പണത്തിൻ്റെ അപ്പോൾ എന്താണ്, പണം ഉണ്ടാക്കിയാണോ ഓന് ഇനിയും കോടികൾ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട ഒരു കുട്ടി, ഒരു മനുഷ്യൻ വന്നിട്ടൊരു കുട്ടി ആരെങ്കിലും തട്ടിപ്പറിച്ച് കൊണ്ടുപോകുമ്പോൾ ഓന് എത്രമാത്രം പ്രയാസപ്പെട്ട കാരണം ഓൻ പിടിച്ചുകൊണ്ടുണ്ടാവുക. അപ്പോൾ ഞാൻ കോടികൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് ഇഷ്ടം പോലെ. എന്നാൽ ഞാനൊരാൾക്ക് കൊടുക്കൂല. എന്നാൽ ഇല്ലാത്തവനക്ക് കൊടുക്കണ്ടേ, അത് കൊടുക്കൂല. എന്നിട്ട് ഓനെന്ത് ചെയ്യണേ? ഓന് നമ്മളെ ഓരോത്തിൻ്റെ ആത്മാവിനെ കടന്നു പിടിക്കുകയാണ്. കാരണം അവനക്കും വേണം ഒരു സ്വർഗം. മനസ്സിലാക്കാട്ടോ. ഞാൻ ഹോട്ടലിലേക്ക് എത്തിക്കണേ. ഞാൻ ഇവിടെ പ്രസംഗിക്കാവുന്ന രംഗത്തിൻ്റെ പിരാന്താണ്. ഞാൻ ഉള്ളിക്കട മീതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്.